കലാഭവൻ സാജൻ നമ്മളിട്ട് യാത്ര ചെയ്തു. നമ്മുടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ ഡാഫ്റ്റിൻ്റെ മുഖ്യ പ്രവർത്തകനും സജീവമായി തന്നെ ഡാഫ്റ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരനാണ്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്നതിനുപരി കലാഭവനിൽ നിന്ന് വളർന്നുള്ള കലാഭവൻ മണിയെപ്പോലെ തന്നെ വളരെയേറെ ബഹുമുഖ പ്രതിഭയുള്ള ഒരു കലാകാരൻ കൂടിയായിരുന്നു സാജൻ. നടനായിരുന്നു, മിമിക്രി ആർട്ടിസ്റ്റായിരുന്നു, ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിരുന്നു. ഞങ്ങളുടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷനിൽ ഡാഫ്റ്റിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസാനം ഈയിടെ ഒരു മാസത്തിനുള്ളിൽ ഒരു കർണൻ എന്ന ഒരു സീരിയലിലെ പ്രധാന കഥാപാത്രം പരശുരാമന് വേണ്ടി ശബ്ദം ചെയ്ത് വളരെ ആളുകളുടെ ഇടയിൽ നിന്ന് വളരെ നല്ല അഭിപ്രായം സ്വീകരിക്കാൻ സാധിക്കും. ഏത് കാര്യങ്ങളിലും തൻ്റേതായ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു സാജൻ. കലാരംഗത്ത് കടന്നു വരുന്ന സമയത്ത് പ്രൊഫഷണൽ നാടകങ്ങൾ കാണാനെത്തുകയും കൊച്ചു മിമിക്രി വേദികളിൽ പ്രത്യക്ഷപ്പെടുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കലാകാരനായിരുന്നു. അപ്പലിനൊരു അസുഖം ബാധിച്ചു അദ്ദേഹത്തിന് സ്റ്റേജ് ഷോകൾ ചെയ്യാനാവാത്ത വിധം മാറുകയും പരിപൂർണമായും ഡാഫ്റ്റിൻ്റെ കീഴിലുള്ള ഡബ്ബിംഗ് യൂണിറ്റുകളിൽ പ്രവർത്തിക്കുകയും സീരിയലുകൾ ചെറിയ സിനിമകളൊക്കെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു ഒരു പനി അദ്ദേഹത്തെ ബാധിക്കുകയും പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്തു. കലാഭവൻ സാജൻ എന്ന് അറിയപ്പെടുന്നത് തന്നെ നമ്മുടെ ഈ ചെറിയ മിമിക്രി, അതുപോലെയുള്ള ബാല സീരിയൽ, അതുപോലെ ഒട്ടേറെ ചെറിയ ചെറിയ സിനിമകൾ ഇതുപോലെ അവതരിപ്പിച്ചുകൊണ്ടാണ് പുള്ളിക്കാരൻ ആദ്യമായി രംഗത്ത് വരുന്നത്. ഈ സ്ഥലത്ത് തന്നെ, തിരുവല്ലത്ത് തന്നെ വരുന്നത്. തിരുവല്ലമാണ് സ്ഥലം. അപ്പം ഇവിടെ വന്ന് പുള്ളിക്കാരൻ ഒരു ഓട്ടോറിക്ഷ നമ്മളെപ്പോലെ സാധാരണ നമ്മളെ കൂടെ ഓട്ടോറിക്ഷ തൊഴിലാളിയായി നമ്മളെ കൂടെ സഹകരിക്കുകയും നമ്മളെ കൂടെ വണ്ടി ഓടുകയും നമ്മളുടെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളും നല്ല രീതിയിലുള്ള ഒരു സഹകരണവും നല്ലൊരു മനോഭാവവും ഇവിടെ തന്നെ ഒട്ടേറെ പ്രോഗ്രാമുകൾ തന്നെ നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിൽ വാർഷിക പരിപാടികളും വാർഷിക കലോത്സവം പോലെയൊക്കെ നല്ല നല്ല പരിപാടികളും ഒക്കെ നല്ല രീതിയിൽ കൂടി തിരുവല്ലത്ത് ജംഗ്ഷനിൽ പുള്ളിക്കാരൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒട്ടേറെ നല്ല ഈ ഇടക്കാലം ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് പുള്ളിക്കാരന് ഈ അസുഖം ബാധിച്ചു ഹോസ്പിറ്റലൊക്കെ ആയി. അങ്ങനെയൊക്കെ ട്രീറ്റൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഈ ഫിലിം അസോസിയേഷൻ തന്നെ എന്തൊക്കെ ചിലവഴിക്കാനുള്ള ചികിത്സയ്ക്ക് വേണ്ടി പൈസ കൊടുക്കുകയും അത് ചിലവഴിക്കുകയും ആ അസുഖം കുറയുകയും. നിങ്ങളുടെ ഓട്ടോ സ്റ്റാൻഡിൽ പുള്ളി എങ്ങനെയാണ് ഒരു സുഹൃത്തെന്ന് പറയുന്നത് ഞങ്ങളുമായിട്ട് നല്ല ഇടപെടലും നല്ല ബന്ധങ്ങളും നല്ല പെരുമാറ്റവും ആയുള്ള ഒരാളാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. മറ്റു രീതിയിലുള്ള ഒരു അനാവശ്യ സംസാര രീതിയും ഏത് സമയം നോക്കിയാലും തമാശയും കാര്യങ്ങളും. അതാണ് ഓട്ടോ സ്റ്റാൻഡിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഓട്ടമില്ലാത്ത സമയത്ത് ഇടവേളകളിൽ ഇങ്ങനെ തമാശ പറയും. വേറെ പുള്ളിക്കാരന് മെയിനായിട്ട് ഓരോ ആക്ടർ തിലകൻ്റെ സൗണ്ട് സംസാരിക്കുക, അല്ലെങ്കിൽ ഒരുപാട് കോമഡി പാട്ടുകൾ പാടുക. അതൊക്കെ സന്തോഷം. എപ്പോഴും ചിരിച്ചും കളിച്ചും അല്ലാതെ ഇതുവരെ ഒരു വിഷമിച്ചോ അല്ലെങ്കിൽ പിന്നെ ഈ അസുഖം നിൽക്കും. ഒരു കൊല്ലത്തിന് ശേഷമൊക്കെ ഒരുപാട് കുറച്ച് കാര്യങ്ങളും വിഷമങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും പുള്ളിക്കാരെ ഓട്ടോ ഓടുന്നത് തന്നെ ആർക്കും വലിയ രീതിയിൽ അറിയത്തില്ല. ഈ സിനിമാ ഫീൽഡിലുള്ളതും ആയിരുന്നാലും പുള്ളിക്കാരൻ്റെ നാട്ടിലായിരുന്നാലും ആർക്കും വലുതായിട്ട് അറിയത്തില്ല. ഒരുപാട് വട്ടം അവിടെ നിന്ന് നാട്ടിൽ നിന്നൊക്കെ ഇവിടെ തിരുവല്ലം പരശുരാമ സ്വാമി ക്ഷേത്രത്തിൽ വന്ന് ആളുകളൊക്കെ ഉണ്ട്. ഒരുപാട് വട്ടം മറഞ്ഞൊക്കെ ഞങ്ങളുടെ എന്താ കേട്ടോ അത് നാട്ടിലൊക്കെ അറിഞ്ഞാൽ ഭയങ്കര നാണക്കേടാണ്. അവരെല്ലാം വിചാരിച്ചിങ്ങനെ ഞാൻ ഭയങ്കര ഇതിൽ ഇവിടെ ഒരു മിമിക്രിയും കാര്യങ്ങളും സിനിമയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ആട്ടോ കൊണ്ടൊന്നും അവിടെ വലുതായിട്ട് അറിയില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളതെല്ലാം തുറന്നു പറയുന്ന ഒരു മനസ്സിലാണ്. എന്തൊരു ആവശ്യമുണ്ടെങ്കിലും ആളുകളായിട്ട് സഹായിക്കാനും മടിക്കാത്തവരാണ്. പഴയ കലാമണിയുടെ സഹകരിച്ച കാര്യങ്ങൾ ജയറാമേട്ടൻ്റെ കൂടെ, അതേപോലെ സലീമേട്ടൻ, ഇവിടെ ഒരുപാട് പേരുടെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നുള്ള കാര്യങ്ങളെല്ലാം ഒരുപാട് കാര്യങ്ങൾ പറയും. ദിലീപേട്ടൻ എല്ലാവരുമായിട്ടുള്ള സഹകരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു ദിവസം പുള്ളിക്കാരൻ നല്ല തമാശയാണ്. ജയറാമിൻ്റെ സിനിമ അഭിനയിച്ചിട്ടുണ്ട്.
കലാഭവൻ സാജൻ അന്തരിച്ചു. നിശ്ചയമായും നല്ലൊരു ശബ്ദ കലാകാരനായിരുന്നു. പ്രസിദ്ധമായ കലാഭവൻ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നും അവിടെ വളരെ കാലം ജോലി ചെയ്ത ശേഷമാണ് അദ്ദേഹം ഡബ്ബിംഗ് രംഗത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല മിമിക്രി ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു. ധാരാളം ചലച്ചിത്ര താരങ്ങളുടെ ശബ്ദം വളരെ നന്നായി അനുകരിക്കുന്ന കലാകാരനായിരുന്നു. അങ്ങനെയാണ് ഒരിക്കൽ സുകുമാരന് ഡബ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം അന്തരിച്ചതിന് ശേഷം ഡബ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം വരുന്നതും വളരെ നന്നായിട്ട് അത് ഡബ് ചെയ്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ധാരാളം അവസരങ്ങൾ വരികയും ഒട്ടുമിക്കവാറും നടന്മാർക്ക് വേണ്ടി അന്യഭാഷാ നടന്മാർക്ക് വേണ്ടി നന്നായി തന്നെ ശബ്ദം ഉപയോഗിക്കുകയും ചെയ്തു. നല്ല ഒരു നടൻ കൂടിയായിരുന്നു. ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അത്രയും കഴിവുള്ള ഒരു കലാകാരനായിരുന്നു ഞങ്ങളുടെ ഇടയിൽ. നിശ്ചയമായും വലിയൊരു സങ്കടം തന്നെയാണ്. ലോകത്ത് മാത്രമല്ല, കലാലോകത്ത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും വലിയൊരു നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. കുറേ കാലമായി ചെറിയ ചെറിയ അസുഖങ്ങൾ കൊണ്ട് അദ്ദേഹം ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. എങ്കിലും വലിയ കുഴപ്പമില്ലാതെ കലാരംഗത്ത് തുടരുകയായിരുന്നു. ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന പല സീരിയലുകളിലും സമീപകാലത്ത് വന്ന ചലച്ചിത്രങ്ങളിലുമൊക്കെ വളരെ നന്നായിട്ട് തൻ്റെ ശബ്ദം ഉപയോഗിച്ചിരുന്ന കലാകാരനാണ്. അദ്ദേഹത്തിന് ചെറിയ കൗടുംബിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. കാരണം വേറെ വലിയ വരുമാനങ്ങളൊന്നുമില്ല. ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ വാടകയ്ക്ക് താമസിക്കുക, ഇതായിരുന്നു ഒരു ഏക വരുമാനമാണ്. അപ്പോൾ പലപ്പോഴും ഇത്തരം മേഖലകളിൽ അനിശ്ചിതത്വം ഉണ്ടാകാറുണ്ട്. ചില സമയത്ത് ധാരാളം ജോലി കിട്ടും, ചില സമയത്ത് ജോലി കുറവായിരിക്കും. എങ്കിലും വലിയ കുഴപ്പമില്ലാതെ എൻ്റെ കുടുംബം മുന്നോട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വളരെ പെട്ടെന്ന് കുറേ കാലം കൊണ്ട് ചെറിയ ചെറിയ അസുഖങ്ങൾ വരികയും കുറേ കാലം ആശുപത്രിയിൽ കിടക്കുകയും അപ്പോൾ സഹപ്രവർത്തകരുടെ എല്ലാം സഹായത്തോടു കൂടി വീണ്ടും അവിടുന്ന് പൂർവാധികം ഊർജ്ജസ്വലനായിട്ട് വർക്ക് ചെയ്ത് വരികയായിരുന്നു. സ്വന്തമായിട്ടൊരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. ഓട്ടോറിക്ഷ ഓടിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്തിരുന്നത് എവിടെയെങ്കിലും വർക്കുള്ളപ്പോൾ തൻ്റെ ഓട്ടോറിക്ഷയിൽ പോയി വർക്ക് ചെയ്യും. അത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്ത് ഓട്ടോറിക്ഷ ഓടിക്കും. അതും ഒരു വരുമാന മാർഗമായിരുന്നു. ഡബ്ബിങ്ങിന് പോകുമ്പോഴും ഓട്ടോറിക്ഷയിൽ പോകാം, വാഹനം വേണം, അങ്ങനെയായിരുന്നു. അപ്പം ഭാഗികമായി ഓട്ടോറിക്ഷയിൽ നിന്നുള്ള ഒരു വരുമാനം കൂടി അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം കുടുംബം പുലർത്തിയിരുന്നത് എന്നുള്ളത് അറിയാം. പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, അതുവഴി മലയാള സിനിമയിൽ ഒരു നിറസാന്നിധ്യമായിരുന്നു ശ്രീ കലാഭവൻ സാജൻ. അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കലാഭവനിലെത്തുകയും ശബ്ദ അനുകരണത്തിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ആവേലച്ചൻ്റെ ഒരു വളരെ പ്രിയപ്പെട്ട കലാകാരനായിരുന്നു അദ്ദേഹം. അതിനുശേഷം മിമിക്രിയുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ശിബിരം എന്ന് പറയുന്ന സുരേഷ് ബാബു സാറിൻ്റെ സുരേഷ് ബാബു സാറിൻ്റെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന ശ്രീ സുകുമാരൻ സാർ, പൃഥ്വിരാജിൻ്റെയും ഇതിരജിൻ്റെയും ഫാദറായ സുകുമാരൻ സാർ, അദ്ദേഹം മരിച്ചതിന് ശേഷം ആ സിനിമയിൽ ഡബ് ചെയ്യാൻ പറ്റാതെ ആയ ഒരു അവസ്ഥയായിരുന്നു. അദ്ദേഹം സിനിമ ഷൂട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിക്കുകയുണ്ടായി. കേരളത്തിലുള്ള മികച്ച മുഴുവൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ ശബ്ദം അനുകരിക്കാനായി തിരുവനന്തപുരം ചിത്രാഞ്ജലിയിലെത്തുകയും അത് സിങ്കാവാതെയും വന്ന അവസരത്തിൽ അവസാനം വന്ന കലാഭവൻ മണി, നമ്മെ വിട്ടുപിരിഞ്ഞ കലാഭവൻ മണി വന്ന് ആ ശബ്ദത്തിന് ട്രൈ ചെയ്യും. അദ്ദേഹം മേച്ചാത്ത അവസ്ഥയിൽ അദ്ദേഹമാണ്, കലാഭവൻ മണിയാണ് അടിമാലി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന, ആദ്യം മൊബൈൽ ഫോണിൻ്റെ കാലമല്ലേ, അടിമാലിയിൽ നിന്ന ശ്രീ കലാഭവൻ സാജനെ അന്വേഷിച്ച് ഒരു കാറിൽ ആഴ്ചകളോളം അലഞ്ഞു തിരിഞ്ഞ് അങ്ങനെ കലാഭവൻ സാജനെ കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് ചിത്രാഞ്ജലിയിൽ കൊണ്ടുവന്ന് ശിബിരം എന്ന സിനിമ ഡബ് ചെയ്യിപ്പിക്കുകയും വളരെ മനോഹരമായി നമ്മളിപ്പോൾ കണ്ടു നോക്കിയാൽ തന്നെ അറിയാം ആ സിനിമയിൽ കലാഭവൻ സാജൻ്റെ ശബ്ദം ആണോ അതോ ശ്രീ സുകുമാരൻ സാറിൻ്റെ ശബ്ദമാണോ എന്ന് വേർതിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വളരെ മനോഹരമായി, കാരണം വളരെ വേരിയേഷനുള്ള ഒരു നടനാണ്, ശബ്ദത്തിന് കൊടുക്കുന്ന ഒരു നടനാണ് ശ്രീ സുകുമാരൻ. അദ്ദേഹത്തിന് ഡബ് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും മികച്ച ഒരു വെല്ലുവിളിയാണ്, വലിയൊരു വെല്ലുവിളിയാണ്. അപ്പോൾ അങ്ങനെ അത് വളരെ മനോഹരമായി. അതിനുശേഷം അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് വിട്ട് പോകേണ്ടി വന്നിട്ടില്ല. കാരണം തുടർന്ന് ഒരുപാട് വ്യത്യസ്തമായ
കലാകാരന്മാർക്ക് ശബ്ദം കൊടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതിന് ശേഷം മലയാള സിനിമയിൽ സീരിയൽ രംഗത്തും സിനിമാ രംഗത്തും മികച്ച കഥാപാത്രങ്ങൾ ടി കെ രാജീവ് കുമാർ സാറിൻ്റെ സിനിമയിലധികം അടക്കം ഒരുപാട് സിനിമയിൽ അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി. ഈ അടുത്ത കാലത്താണ് അദ്ദേഹത്തിന് നിരന്തരമായി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും എന്നിട്ടും ഡബ്ബിംഗ് രംഗത്ത് അദ്ദേഹം നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഈ മെനഞ്ഞാന്ന് ഈ ആശുപത്രിയിൽ അഡ്മിറ്റാവുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹം ഇപ്പോൾ TV സീരിയലുകളിൽ വളരെ ശക്തമായ കഥാപാത്രങ്ങൾക്ക് ശബ്ദം കൊടുത്തുകൊണ്ടിരുന്നവരാണ്. മാത്രമല്ല ശബ്ദതാരങ്ങളെ, അതായത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളെ സംഘടിപ്പിക്കുന്നതിലും അസോസിയേഷൻ ഉണ്ടാകുന്നതിലും അവരുടെ നല്ല ജീവിതത്തിന് വേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘാടകൻ കൂടിയായിരുന്നു ശ്രീ കലാം. അദ്ദേഹത്തിൻ്റെ ഈ വേർപാട് സിനിമാ ലോകത്തിനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുടെ ഒരു വലിയ നഷ്ടം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഭാവന സ്മരണയ്ക്ക് മുന്നിൽ ഒരു നിമിഷം ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. സാധനമായിട്ട് ഏകദേശം 20 കൊല്ലത്തെ പരിചയമുണ്ട്. സാജൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് യൂണിയൻ്റെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് യൂണിയൻ്റെ ക്രൗഡ് കോർഡിനേറ്റർ കൂടിയാണ്. ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയിട്ടുണ്ട് മലയാള സിനിമയിൽ. അതുപോലെ തന്നെ സീരിയലിലും ഒരുപാട് സീരിയലുകൾ ശബ്ദം നൽകിയിട്ടുണ്ട്. ഞാൻ ഡബ്ബിംഗ് യൂണിയൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് അദ്ദേഹവുമായിട്ട് ഒരുപാട് ഇടപെടാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനു മുമ്പ് എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായപ്പോഴും അദ്ദേഹത്തിന് വേണ്ട ചികിത്സാ സഹായങ്ങളൊക്കെ ഞാൻ സുഖക്കാരൊക്കെ ആയിട്ട് ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെട്ടു. പക്ഷേ അപ്പോഴൊക്കെ ജീവിത രീതികളിൽ മാറ്റം വരുത്താനൊക്കെ നമ്മൾ ഉപദേശിച്ചത്. പക്ഷേ അദ്ദേഹം നമ്മുടെ മുമ്പിൽ അങ്ങനെ ചെയ്യാമെന്ന് പറയുമെങ്കിലും സ്വകാര്യമായിട്ടുള്ള എന്തെങ്കിലും ദുഃഖങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഇങ്ങനൊരവസ്ഥയിലേക്ക് പോകാൻ കാരണം ഇത്ര ഈ പ്രായത്തിൽ നമ്മളെല്ലാം പിടിച്ചു പോകാനുള്ളൊരു കാരണം അതായിരിക്കും. ഇന്നലെയാണ് ഞാൻ ഇവരും അറിയുന്നത്. ഇന്നലെ ഹോസ്പിറ്റലൈസ് ആയ ഇവരും അറിയുന്നത് ഇന്നലെയാണ്. ഇന്നലെ പോയിരുന്നില്ല കണ്ട് കണ്ട് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജായിരുന്നു. രാവിലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ വിളിച്ച് പറയുമ്പോഴാണ് ആദ്യം ഒരുപാട് ദുഃഖമുണ്ട്. കാരണം ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരാൾ പോയതിൻ്റെ ഇനി അങ്ങനെ ഒരാൾ വരാം. അപ്പം സാധനം ഇനി ഇല്ലല്ലോ